ഇങ്ങനെ പൊന്നുപോലെ കൊല്ലത്ത് ഭരണം ഇങ്ങനെ നടത്തിയിരുന്ന ഒരാൾ രാജിവെച്ചിട്ടുണ്ട്. കൊല്ലം മേയർ പ്രസന്ന ഏണസ്റ്റ് രാജിവെച്ചു. ദിലീപ് ദേവസ്യ തത്സമയം നമുക്കൊപ്പം. ദിലീപ് ദേവസ്യ, 5-ാം തീയതി CPIയുടെ രാജിയാണ് നമ്മൾ കണ്ടത്. 10-ാം തീയതി ഞാൻ എന്തായാലും രാജിവെക്കുമെന്ന് അന്ന് പ്രസന്ന ഏണസ്റ്റ് പറഞ്ഞിരുന്നു. വാക്കും പാലിച്ചു അല്ലേ? തീർച്ചയായിട്ടും സുജയ, ഇപ്പോൾ കൊല്ലം മേയറായിരുന്ന പ്രസന്ന ഏണസ്റ്റ് വാക്ക് പാലിച്ചിരിക്കുന്നു. കൃത്യം 4:55 തന്നെ ഈ രാജിക്കത്ത് സെക്രട്ടറിക്ക് സമർപ്പിക്കുകയും ചെയ്തു. അതിന് തൊട്ട് മുൻപ് മാധ്യമങ്ങളുമായി പ്രസന്ന ഏണസ്റ്റ് സംസാരിച്ചിരുന്നു. കഴിഞ്ഞ 4 വർഷത്തെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു മേയറായിരുന്ന പ്രസന്ന ഏണസ്റ്റ് മാധ്യമങ്ങളെ കണ്ടത്. കൂടാതെ ഒരു വികസന രേഖ കൂടി പുറത്തിരിക്കുന്നു. 4 വർഷം എങ്ങനെയായിരുന്നു പ്രവർത്തനങ്ങൾ എന്ന് കാണിക്കുന്ന ഒരു വികസന രേഖ, അതൊരു ബുക്കായിട്ട് പുറത്തിറക്കുകയും ചെയ്തു. ബാക്കിയുള്ള ഇനി ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കുമെന്നുള്ള ചോദ്യങ്ങൾക്കടക്കം മറുപടി പറയുന്നു. ഇനി എന്തായാലും ഒരു വർഷത്തേക്ക് അടുത്ത മേയറെ അടക്കം കണ്ടെത്തുന്നത്. എന്തായാലും നമുക്ക് മേയറുടെ മേയർ മറ്റ് ജീവനക്കാരുമായിട്ടുള്ള സൗഹൃദ സംഭാഷണത്തിലാണ് ഈ മേയറെ ഇനിയുള്ള എല്ലാവിധ ആശംസകളും. ഓക്കെ, ഇനിയിപ്പോൾ സംഘടനാ പ്രവർത്തനം കൂടുതൽ ശ്രദ്ധിക്കണം. പിന്നെ എനിക്കിനി കൗൺസിലർ നിലയിൽ എല്ലാ കാര്യങ്ങളിലും ഇവിടെ വേണ്ടുന്ന എൻ്റെ ഭാഗത്ത് എല്ലാ സഹായങ്ങളും ഉണ്ടാവും. ഈ കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങൾ LDF പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിൽ പൂർണ്ണ സമയം ഉദ്ഘാടനങ്ങളൊക്കെ CPI വിട്ടുന്നതിലൊരു വിഷമമുണ്ടായോ? ആ വിഷയങ്ങൾ കഴിഞ്ഞു. ആ വിഷയങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി അത് ചോദിച്ചിട്ട് പ്രസക്തിയില്ല. ആ വിഷയം പല ആരോപണങ്ങളുണ്ടായിരുന്നു. മേയർ തട്ടിക്കൂട്ട് ഉദ്ഘാടനങ്ങളൊക്കെ നടത്തിയെന്ന് നിങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ടല്ലോ. നേരിട്ട് ബോധ്യപ്പെട്ട ഒരാളാണ് ഞാൻ. അതൊരു തട്ടിക്കൂട്ട് ഉദ്ഘാടനമായി എനിക്കും തോന്നി. അങ്ങനെ ഒരിക്കലും തോന്നത്തില്ല. അങ്ങനെ തട്ടിക്കൂട്ട് ഉദ്ഘാടനം ചോദിക്കുവാണെങ്കിലും ഈ 2500 കോടി രൂപയ്ക്കെതിരെ നമ്മൾ നടപടി എന്ത് ചെയ്യും? കഴിഞ്ഞ ദിവസത്തെ പവലിയൻ അടക്കം വലിയ തോതിൽ പവലിയനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. പവലിയനാണ് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. സിൽവർ ജൂബിലി പവലിയൻ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. സ്റ്റേഡിയമായിട്ട് യാതൊരു ബന്ധമില്ല. മൈതാനം സ്റ്റേഡിയം പിന്നീട് ഒരു ഉദ്ഘാടനം ചെയ്യും. തീർച്ചയായിട്ടും വരുന്ന പുതിയ കൗൺസിലിൻ്റെ ഒരു പുതിയ മേയർക്കുള്ള കുറേ ഉദ്ഘാടനങ്ങളുണ്ട്. അതിനകത്ത് ഒരു ഭാഗം സ്റ്റേഡിയം തന്നെ ആയിരിക്കും. സുജയ, ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പവലിയൻ മാത്രമാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അടുത്ത വരുന്ന മേയർക്കായിരിക്കാം ഇനിയുള്ള സ്റ്റേഡിയവും അതോടൊപ്പം തന്നെയുള്ള മറ്റു കാര്യങ്ങളടക്കം ഉദ്ഘാടനം ചെയ്ത് തട്ടിക്കോട്ട് ഉദ്ഘാടനം എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് ആരോപണങ്ങൾ ദിലീപ് ദേവസ്യ പരിശോധിക്കുകയും ചെയ്തിരുന്നു. ദിലീപ്, നമുക്കത് പ്രേക്ഷകരിലേക്ക് ഒന്ന് കാട്ടിക്കൊടുക്കാം. ദിലീപ് തുടരുക. തട്ടിക്കൂട്ട് ഉദ്ഘാടനം എന്ന് ദിലീപ് പറഞ്ഞത് എന്താണ് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായോ? മനസ്സിലാക്കി തരാം. രാജിവെക്കുന്നതിന് മുൻപേ ഉദ്ഘാടനങ്ങളുടെ തിരക്കിലായിരുന്നു മേയറായിരുന്ന പ്രസന്ന ഏണസ്റ്റ്. നിർമ്മാണം പാതിവഴിയിലായ കെട്ടിടങ്ങൾ പോലും ഉദ്ഘാടനം ചെയ്തു എന്നാണ് ആരോപണം. എന്നാൽ ഈ ഉദ്ഘാടന മാമാങ്കത്തിൽ നിന്ന് CPI വിട്ടുനിന്നു. ദിലീപ് ദേവസ്യ തയ്യാറാക്കിയ റിപ്പോർട്ട്. കൊല്ലം കോർപ്പറേഷന്റെ ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിന്റെ പവലിയനിലാണ് ഞാൻ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ധനമന്ത്രിയായ KN ബാലഗോപാൽ ഈ പവലിയൻ ഉദ്ഘാടനം ചെയ്തത്. മേയർ പ്രസന്ന ഏണസ്റ്റ് അധ്യക്ഷത വഹിച്ചു. കോടികൾ ചെലവഴിച്ചാണ് ഈ പവലിയനും സ്റ്റേഡിയവും നവീകരിക്കുന്നത്. ഈ പവലിയനിലിരുന്ന് കളി കാണുന്നതിനുള്ള സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിയെന്നാണ് മേയറും മന്ത്രിയും അന്ന് പറഞ്ഞത്. മൈതാനം വൃത്തിയാക്കാതെ എന്തിനായിരുന്നു തിടുക്കപ്പെട്ട പവലിയന്റെ ഉദ്ഘാടനം നടന്നത്? ഈ ഗാലറിയെല്ലാം പെയിന്റ് അടിച്ച കോടികൾ ചെലവഴിച്ചപ്പോൾ മൈതാനം നന്നാക്കാൻ ഇവർ മറന്നുപോയോ? സ്പോർട്സ് മത്സരം, ഏതെങ്കിലും ഒരു മത്സരം ഉൾപ്പെടെ നടത്തുവാൻ കഴിയുന്ന സാഹചര്യമില്ല. പവലിയൻ തന്നെ പണി പൂർത്തീകരിച്ചിട്ടില്ല. ഇത് മുഴുവൻ കാട് കയറി കിടക്കുന്ന അവസ്ഥ. ഭാവിയിൽ കൊല്ലം ജില്ലയിൽ നിന്ന് ഒളിമ്പ്യന്മാരെയും കായിക താരങ്ങളെയും സൃഷ്ടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സ്റ്റേഡിയം നവീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇത് കായിക താരങ്ങൾക്ക് വേണ്ടി തന്നെയാണോ എന്നുള്ളത് ഒരു സംശയമാണ്. മുന്നണിയിലെ ധാരണ പ്രകാരം ഈ മാസം 5-ാം തീയതിയായിരുന്നു CPIഎമ്മിൻ്റെ മേയർ കൊല്ലം കോർപ്പറേഷനിൽ നിന്ന് രാജിവെക്കേണ്ടിയിരുന്നത്. എന്നാൽ താൻ 10-ാം തീയതി മാത്രമേ രാജിവെക്കുകയുള്ളൂ എന്ന് മേയർ പ്രസന്ന ഏണസ്റ്റ് ശാഠ്യം പിടിച്ചു. 8-ാം തീയതിയായിരുന്നു ഈ പണിതീരാത്ത ഫ്ളാറ്റിൻ്റെയും പണിതീരാത്ത സ്റ്റേഡിയത്തിൻ്റെയും ഉദ്ഘാടനം നടന്നത്. ഇന്നത്തെ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചിരുന്നു മേയർ. കാരണം 5-ാം തീയതി അവരുടെ നേരത്തെ ഒരു ധാരണയനുസരിച്ച് CPIഎമ്മിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉള്ളതാണ്. ഞാൻ രാഷ്ട്രീയം പറഞ്ഞാൽ കൗൺസിലിൽ എങ്കിലും നമുക്ക്
അവരുടെ കാലാവധി ഒരു 5-ാം തീയതി മാറി പുതിയ ആളുകൾ വരണമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൗൺസിൽ കൂടുമ്പോൾ അങ്ങനെ മാറാൻ പോവുകയാണ്. അതുകൊണ്ട് 5-ാം തീയതിക്ക് മുമ്പ് 4-ാം തീയതി ഉദ്ഘാടനം വേണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 7-ാം തീയതി ബഡ്ജറ്റാണ്, അതിനു മുമ്പ് വരാൻ പറ്റില്ല. കൊല്ലം ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ പോകുന്ന ആളുകൾ കരയുകയാണ് സത്യത്തിൽ. കാരണം പെയിൻ്റ് അടിക്കുന്നു, ഉദ്ഘാടനം ചെയ്യുന്നു. അവിടെ വേണ്ട മെച്ചപ്പെട്ടമായിട്ടുള്ള സംവിധാനങ്ങളൊന്നും തന്നെ, അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാതെയാണ് പെയിൻ്റ് അടിച്ച് അതിൻ്റെ മോടി കൂട്ടുന്ന രീതിയിൽ കാണിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. പണ്ട് UDF സർക്കാർ അധികാരമൊഴിയുന്നതിന് തൊട്ടു മുൻപ് കണ്ണൂർ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്തപ്പോൾ തട്ടിക്കൂട്ട് ഉദ്ഘാടനമാണെന്ന് വിമർശിച്ച ഇടതുപക്ഷം ഈ സ്റ്റേഡിയത്തിൻ്റെ ഉദ്ഘാടനവും നേരത്തെ കണ്ട ഫ്ളാറ്റിൻ്റെ ഉദ്ഘാടനവും എന്ത് പറഞ്ഞ് ന്യായീകരിക്കും? ഇതും തട്ടിക്കൂട്ട് തന്നെയല്ലേ? വീഡിയോ ജേർണലിസ്റ്റ് S. അബൂത്താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം. ഈ തട്ടിക്കൂട്ടിനെ കുറിച്ചാണ് നേരത്തെ മേയറോട്, അതായത് സ്ഥാനമൊഴിഞ്ഞ മേയറോട് ദിലീപ് ദേവസ്യ ചോദിച്ചത്. ദിലീപ് ദേവസ്യ തുടരുന്നുണ്ട്. ദിലീപ് ദേവസ്യ, വെൽക്കം ബാക്ക്. അപ്പോൾ എവിടെയൊക്കെയാണ് തട്ടിക്കൂട്ടി ഉദ്ഘാടിച്ചത് എന്ന് നമ്മളിപ്പോൾ പ്രേക്ഷകരെ കാണിച്ചു കഴിഞ്ഞു. ഇതിന്റെ ബാക്കി പണിയൊക്കെ പൂർത്തിയാക്കുമായിരിക്കുമോ? ഭരണസമിതിയുടെ കാലാവധി തീരും മുൻപ് ആരായിരിക്കും അടുത്ത മേയർ? സുസിയ, അടുത്ത മേയറെ കുറിച്ചുള്ള ചർച്ചകൾ തുടരുകയാണ്. CPIയിൽ നിന്ന് തന്നെയായിരിക്കും എന്തായാലും മേയർ ഉണ്ടാകുക എന്നുള്ളതാണ്. സ്ത്രീ പ്രാതിനിധ്യമാണ് ഉള്ളത്. അതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്നത് CPIയുടെ തന്നെ ഹണി ബെഞ്ചമിൻ ആയിരുന്നു. അപ്പോൾ ഹണി ബെഞ്ചമിന് തന്നെയായിരിക്കും ഇത്തവണയും പ്രാതിനിധ്യം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഉദ്ഘാടന മാമാങ്കത്തെക്കുറിച്ച് തന്നെയാണ് പ്രതിപക്ഷവും ഉൾപ്പെടെ തന്നെ, അതായത് CPIയും അതോടൊപ്പം തന്നെ CPIMലെ ആളുകൾ തന്നെ അടക്കം പറച്ചിലും പറയുന്നത് അത് ഒരു നാണക്കേട് ഉണ്ടാക്കി എന്ന് തന്നെയാണ്. കാരണം നമ്മൾക്ക് കണ്ടതാണ്, ഒരു പവലിയൻ ഉദ്ഘാടനം ചെയ്യുന്നു. ആ പവലിയൻ എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യങ്ങൾക്ക് കളി കാണാനുള്ളതാണ്, മത്സരങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് പവലിയൻ എന്നാണ്. പക്ഷേ ഗ്രൗണ്ടിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം ഇനിയും എടുക്കും, ഏകദേശം 1 വർഷമോ അല്ലെങ്കിൽ 1.5 വർഷമോ ഇനിയും പിടിക്കുന്നതാണ്. അതിനും പണം ചെലവാക്കേണ്ടതുണ്ട്. പിന്നീട് നമ്മൾ പോയത് KMC ഫ്ലാറ്റിലേക്കാണ്, കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഫ്ലാറ്റിലേക്കാണ്. 49 ഫ്ലാറ്റുകളാണ്, അപ്പാർട്ട്മെൻറ്റുകളാണ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ 3 ഫ്ലാറ്റുകൾ മാത്രമാണ് ഇപ്പോൾ താക്കോൽ ദാനം ചെയ്തിരിക്കുന്നത്. അവർക്ക് അവിടെ വെള്ളത്തിൻ്റെ സൗകര്യം ആവശ്യമുണ്ട്, അതോടൊപ്പം തന്നെ അടുത്ത ഭരണസമിതി അത് പൂർണ്ണമായും നിറവേറ്റുമോ എന്നതാണ് നമുക്കിനി അവരുടെ മുന്നിൽ വെക്കാനുള്ള ചോദ്യം. രാജി വൈകിയതിൽ പ്രതിഷേധിച്ച CPI അടക്കം അതിൽ മുൻകൈ എടുക്കുമോ? കാരണം CPIക്കാണല്ലോ ഇനി അങ്ങോട്ട് അധ്യക്ഷ സ്ഥാനം കിട്ടുക. അത് പൂർത്തിയാക്കുമോ കാലാവധി തീരും മുൻപ്? അതാണ് അറിയേണ്ടത്, അല്ലാതെ ആളെ പറ്റിക്കലല്ല.